ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്ന തൊഴിൽ ചൂഷണത്തിന്റെ വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ് കേരളം. വിവിധയിടങ്ങളിൽ തട്ടിപ്പിനിരയായവർ പരാതികളുമായി രംഗത്തെത്തി. എറണാകുളത്തെ കൊടും ക്രൂരതയിൽ ജില്ലാ ലേബർ ഓഫീസർ 3 ദിവസത്തിനകം തൊഴിൽ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. തൊഴിൽ ചൂഷണത്തിൽ പോലീസും അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് പല പേരുകളിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ മാഫിയ സംഘങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയ ന്യൂസ് മലയാളം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നിന്ന് ചൂഷണം നേരിട്ടവർ തങ്ങൾക്കുണ്ടായ അനുഭവം തുറന്നു പറഞ്ഞു. അച്ചീവ് ചെയ്യാത്ത ആൾക്കാരോട് എന്തും പറയാം, ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയടക്കം പറയാം, എന്ത് രീതിയിൽ അവർ കളിയാക്കാം. അപ്പൊ അവർക്ക് തിരിച്ചു പറയണമെങ്കിൽ ആ ദിവസം ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ തിരിച്ചു പറയാൻ പറ്റൂ. രാവിലത്തെ ഫുഡും കഴിച്ചിട്ട് ഫീൽഡിലേക്ക് വിടും. അതും പോകേണ്ട ഒരു ബസ്സിന്റെ പൈസ മാത്രമേ എത്തിരും, മൊബൈലും എടുക്കാൻ വിടില്ല. നമ്മൾ ആ ദിവസം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ തിരിച്ച് വൈകുന്നേരം വരണമെങ്കിലൊക്കെ ആ ഒരു എമൗണ്ട് കൊണ്ട് മാത്രം നടക്കും. പെരുമ്പാവൂർ അറയ്ക്കപ്പടിയിൽ കെൽട്രോ എന്ന സ്ഥാപനത്തിലെ തൊഴിൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലുടനീളം വീടുകളിൽ സാധനങ്ങൾ വിൽപ്പന നടത്താനെത്തുന്ന യുവതീ യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നേർക്കാഴ്ചയാണ്. പല സ്ഥാപനങ്ങളിലും ടാർഗറ്റിന്റെ പേരിൽ ചെയ്യുന്നത് മനുഷ്യർക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ക്രൂരത. ഓരോ ജില്ലയിലും ഏരിയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് നിരവധി സ്ഥാപനങ്ങൾ. പരിശോധിച്ചാൽ ഒന്നിനും തമ്മിൽ ബന്ധമില്ല. പക്ഷേ യാഥാർത്ഥ്യം തികച്ചും മറ്റൊന്ന്. പേപ്പർ കമ്പനികൾ രൂപീകരിച്ച് തട്ടിപ്പ് നടത്തുന്ന വലിയ മാഫിയ സംഘങ്ങളാണ് സ്ഥാപനങ്ങൾക്ക് പിന്നിൽ. ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എടുത്താണ് പെരുമ്പാവൂർ അറയ്ക്കപ്പടിയിൽ കെൽട്രോ പ്രവർത്തിച്ചിരുന്നത്. പരാതിക്കാർ പറഞ്ഞ വിവരങ്ങൾ പരിശോധിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ MD എന്ന് പറയുന്നത് ജോയി ജോസഫാണ്. ജോയി ജോസഫാണ് എനിക്ക് പ്രൊമോഷനും തന്നത്. 6 മാസം നല്ല ട്രെയിനിങ് ആയിട്ട് ഞാൻ ഏകദേശം 1 കൊല്ലം 6 മാസത്തിൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിങ് ചെയ്തിട്ട് ഇപ്പോൾ ടീമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫീസായിട്ട് കോമ്പറ്റീഷൻ. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും വൃത്തികെട്ട പരിപാടി നടക്കുക. ഇപ്പോൾ ആൺകുട്ടികളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളെ കൊണ്ട് മീശ താടി മുട്ട വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളുടെ ജെട്ടി ഇടിപ്പിക്കും സ്ത്രീകളെ കൊണ്ട്. പിന്നെ നായിൻ്റെ കോളം കഴുത്തിൽ ബെൽറ്റ് ഇടിപ്പിച്ച് നടത്തിക്കും. പിന്നെ പാത്രത്തിൽ ഉപ്പ് കലക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അത് നക്കിപ്പിക്കും. പിന്നെ പൈസ ഉരുട്ടിയിട്ടിട്ട് അത് നക്കി തറയിൽ കൂടെ നക്കി കൊണ്ടുവരാൻ പറയും. അങ്ങനെ എത്രത്തോളം ഒരു മനുഷ്യന് എത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ പറ്റും അത്രയും അവിടെ ചെയ്യും. എറണാകുളം ജില്ലാ ലേബർ ഓഫീസർ 3 ദിവസത്തിനകം തൊഴിൽ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിന് പിന്നാലെ സംസ്ഥാനത്താകെ ഈ മേഖലയിൽ നടക്കുന്ന തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.